കുട്ടികളുടെ പഠനത്തിൽ രക്ഷിതാക്കൾക്ക് എന്താ റോള്? അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. നമ്മളിപ്പോൾ എന്താ കണ്ടുവരുന്നത്, 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ കുട്ടികളോട് എപ്പോഴും പഠിക്കുക എന്ന് പറയുന്ന രക്ഷിതാക്കൾ അവർക്ക് എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് കൊടുക്കുക, എങ്ങനെയാണ് അവരെ ടെൻഷൻ കൊടുക്കാന്ന് കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് പോലും അറിയുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു വഴിയിൽ നിന്ന് മാറി കുട്ടികളെ യഥാർത്ഥത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ഒരു 3 വയസ്സ് മുതൽ അങ്ങോട്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കഴിയണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെ പഠിക്കാതെ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള വിഷയമാണ്. ഇത് പ്രത്യേകിച്ചും ഞാൻ തന്നെ എഴുതിയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാം എന്ന പുസ്തകത്തിനെ അവലംബിച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സുധാകരൻ കല്യാസ്, സൈക്കോളജിസ്റ്റാണ്, എഡ്യൂക്കേഷനിസ്റ്റാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ പഴയ കുട്ടികളെയല്ല. അവർക്ക് ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് അറിവുകൾ ഇപ്പോൾ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. അത് മാധ്യമങ്ങൾ വഴി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വഴി അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം സ്കൂളിൽ പോയി അക്ഷരം പഠിപ്പിക്കുന്നു, വായിക്കാൻ പഠിപ്പിക്കുന്നു. അതൊക്കെ വീട്ടിൽ വന്നിട്ട് രക്ഷിതാക്കൾ, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യം അതേപോലെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നു, വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു. എന്താ അവിടെ രക്ഷിതാക്കൾ നേരിടുന്ന പ്രതിസന്ധി എന്താ? പലർക്കും കുട്ടികളെ ക്ഷമയോടെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി ഈ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചെടുക്കണമെന്ന് പറ്റുന്നില്ല, അറിയില്ല. ഇനി കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി എന്താ? 10ാം ക്ലാസ്സിലെത്തിയിട്ടും ചിലപ്പോൾ എഴുതാനോ വായിക്കാനോ അറിയാത്തത്, അല്ലെങ്കിൽ കൂടുതൽ വായനാശേഷിയില്ല, കാര്യങ്ങളെ വേണ്ടത്ര ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ചില സബ്ജക്റ്റുകൾ ഭയങ്കര ടഫാവുന്നു, പരീക്ഷാ പേടി വലിയ പ്രശ്നമായിട്ട് മാറുന്നു. ഈ പരീക്ഷാ പേടി തന്നെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു. അപ്പോൾ ഇതിന്നൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ 2 കാര്യങ്ങൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിലൊന്ന്, കുട്ടികൾ ഓരോ പ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഓരോ പ്രായത്തിലും, അതായത് ശൈശവദശയിൽ, ബാല്യദശയിൽ, കൗമാരദശയിൽ അവരുടെ വളർച്ചയുടെ പ്രത്യേകത എന്താണ്, പ്രകൃതം എന്താണ് എന്ന് പഠിച്ചെടുക്കണം. 2ാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു രക്ഷിതാവിന് വീട്ടിൽ നിന്ന് കുട്ടികളെ നല്ല ബുദ്ധിയുള്ള മക്കളാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടത്? ഇപ്പം 3ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഏറെക്കുറെ LKG UKG ഒക്കെ അങ്ങനെ പഠനം തുടങ്ങുക, അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ പോയിട്ട് പഠനം തുടങ്ങുന്നുണ്ട്. ഇവിടെ മുതൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയെ പഠനത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ നല്ല രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് എങ്ങനെ ഇതിനെ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന രക്ഷിതാവിന് സാധിക്കും. അതിന് പറ്റുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അതിൽ ഇപ്പം നമ്മൾ ചുരുങ്ങിയ ഒരു കാര്യം, LKGയിൽ പോകുന്ന കുട്ടി ഇംഗ്ലീഷാണ് പഠിക്കുന്നത് അല്ലേ? ഇംഗ്ലീഷും നമ്മുടെ മാതൃഭാഷ മലയാളമായ കുട്ടി മലയാളവും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. കാരണം മാതൃഭാഷയാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൽ, ബുദ്ധിവികാസത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മാതൃഭാഷ പഠിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഭാഷ പഠിപ്പിച്ചെടുക്കണം. കുട്ടികളുടെ ഒരു പ്രത്യേകത നിങ്ങൾ മറന്നു പോകരുത്. ഈ മലയാളം പഠിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടിക്ക് ഈ സമയത്ത് എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാൻ പറ്റും. കാരണം അവരെല്ലാം ചുറ്റുപാടിൽ നിന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പം എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നോ അതൊക്കെ അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും തെറ്റില്ല, മലയാളം പഠിപ്പിച്ചാലും തെറ്റില്ല, ഹിന്ദി പഠിപ്പിച്ചാലും തെറ്റില്ല. അപ്പം ഏത് ഭാഷ വേണമെങ്കിലും പഠിപ്പിക്കാം. ഇനി നമുക്ക് അത് മാതൃഭാഷയിൽ നിന്ന് തുടങ്ങിയാലോ? അത് ഏറ്റവും രസകരമായിരിക്കും. ഒരു ഭാഷ, അത് ഇംഗ്ലീഷ് ആവട്ടെ, മലയാളമാവട്ടെ, മറ്റേതെങ്കിലും ഭാഷയാവട്ടെ, ഒരു ഭാഷ, ഏത് ഭാഷയും പഠിച്ചെടുക്കുന്നതിന് പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 4 ഘടകങ്ങളാണുള്ളത്. 4 പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. LSRW: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇപ്പം ഈ 4 ഘടകങ്ങളും കുട്ടിയിൽ ഉറപ്പിക്കണം. അത് സ്കൂളിൽ പോയാലോ അതിന് മുമ്പ് വേണമെങ്കിലും ഉറപ്പിക്കാം. ഇതിന് ലളിതമായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ലിസണിങ് എന്ന് പറയുന്നത്. അത് കേൾക്കുക, അല്ലെങ്കിൽ ശ്രവണം എന്ന് പറയുന്നത്. കുട്ടി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പഠിക്കുന്നത് തന്നെ കേട്ടുകൊണ്ടാണ് അല്ലേ? എല്ലാ പഠനങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അപ്പം അതിൽ ശ്രവണം, കേൾവി എന്ന് പറയുന്നത് എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ പറ്റുക? അവരോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ
ഇപ്പോൾ മൊബൈൽ ഫോൺ എല്ലാം വ്യാപകമാണ്. നമ്മുടെ വീടുകളിൽ മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒക്കെ ഫോണിന് അഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ തമ്മിലുള്ള സംസാരം കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സംസാരം ലഭിക്കുന്നത്, കുട്ടികൾക്ക് ആകെ കിട്ടുന്ന ഒരു വഴി എന്ന് പറയുന്നത് മൊബൈലിലാണ്, അത് ഫോണിലാണ്. ഈ ഫോണിൻ്റെ ഉപയോഗം കുട്ടികളുടെ വലിയ തുറന്ന ഒരു പഠനത്തിൽ നിന്ന് വലിയ തടസ്സം നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ കേൾവിയെ നമുക്ക് എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം എന്ന് പറയാം. ഏറ്റവും പ്രധാനം, കുഞ്ഞുങ്ങളോട് നിങ്ങളൊന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഈ കുട്ടികളോട് കൊഞ്ചി കൊഞ്ചി പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കോ അവരോട് പറയാൻ അവർക്ക് സമയമില്ല, വീട്ടുകാർക്ക് സമയമില്ല, മുതിർന്നവർക്ക് സമയമില്ല. അവർ അവരുടെ ലോകത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയം, ആ കൊഞ്ചി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കഥകൾ കേൾപ്പിച്ചു കൊടുത്താലോ. ഈ കഥകൾ എന്ന് പറയുന്നത് അതിന് അപാരമായിട്ടുള്ള ശക്തിയുള്ള ഒന്നാണ്. കുട്ടികൾക്കാണെങ്കിൽ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമല്ല. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈമാറുന്നത് മുഴുവൻ കഥകളിലൂടെയല്ലേ. കുഞ്ഞു കുഞ്ഞു കഥകൾ, അത് മറ്റുള്ളവരുടെ കാര്യമായാലും ലോകത്തെ കാര്യങ്ങളായാലും നമ്മൾ കഥകളിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ഈ കഥ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് പഞ്ചതന്ത്രം കഥകൾ, അല്ലേ? കുഞ്ഞുനാളിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കാം. ഈ പഞ്ചതന്ത്ര കഥ ഉണ്ടായതിന്റെ പിന്നിൽ തന്നെ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. എന്താ? മഹിളാരൗപ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അമരശക്തി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 3 ആൺകുട്ടികളായിരുന്നു എന്നും അവർ വേണ്ടത്ര ബുദ്ധിശാലികളായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കാൻ വന്ന ഗുരുക്കന്മാരൊക്കെ പരാജയപ്പെട്ട് പിന്മാറുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് വിഷ്ണു ശർമ്മ കുട്ടികളെ പഠിപ്പിക്കാനെത്തുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ മക്കളോട് 6 മാസം കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കഥകളുടെ പ്രത്യേകത എന്താ? ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചങ്ങലക്കണ്ണികൾ പോലെ കോർത്ത് പോകുന്ന കഥകൾ. ഇതിന്റെ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥ മുന്നോട്ട് നയിക്കുന്ന ഒരാള് ഒരു കുറുക്കനാണ്. ഈ കുറുക്കനാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ 6 മാസത്തെ കഥ കേട്ട് കഴിഞ്ഞപ്പം ഈ കുട്ടികൾ മുഴുവൻ 3 പേരും നല്ല ബുദ്ധിമാന്മാരായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സത്യത്തിൽ അത് പറയുമ്പോൾ അല്പം അതിശയോക്തി തോന്നാമെങ്കിൽ പോലും കുട്ടികളോട് കഥ പറയുമ്പം അവർ കണ്ണും കാതും കൂർപ്പിച്ചാണ് ഈ കഥ കേൾക്കുന്നത്. കഥ കേൾക്കുമ്പം അവരുടെ ഉള്ളിൽ ഒരു കഥയുടെ ഒരു ഇതിവൃത്തം മാത്രം അല്ല, അതിനപ്പുറത്തേക്ക് കുട്ടികളിലേക്ക് പുതിയ ഭാഷ, പുതിയ വാക്കുകൾ, ഇതെല്ലാം കടന്നു ചെല്ലുന്നുണ്ട്. ഇനി സ്കൂളിൽ പോയാൽ കഥ പറയും. ഇപ്പൊ നോക്ക്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1, 2, 3 ക്ലാസ്സിലൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിയാന്ന് പറഞ്ഞിട്ട് അമ്മമാര് കുട്ടികളെയും കൊണ്ട് വരാറുണ്ട്. സത്യത്തിൽ ആ സമയത്ത് ഒരു കൗൺസിലിംഗ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഞാൻ ആ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കഥ പറഞ്ഞു തരാറുണ്ടോ? അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താ, ചിലപ്പോഴൊക്കെ സമയം കുറവാകുന്ന 2 കഥ പറയും. വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് കഥ പറയാനൊന്നും നേരമില്ല. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിലും മുത്തശ്ശിമാര് കഥ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഇപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ല. കാരണം അവരെല്ലാം ഫോണിലാണ്. അവർക്ക് കഥ അറിയില്ല കുട്ടികളോട് പറയാൻ. എല്ലാവരുടെയും കാര്യമല്ല, അപൂർവമായിട്ട് എവിടെയെങ്കിലും മാറ്റം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും കഥ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ കഥ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കേൾക്കാനുള്ള കഴിവ്, ഒരു കുട്ടികൾക്ക് ഭയങ്കര ഒരു അറ്റൻഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഈ സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികളാണ് കൂടുതലും. അതിൽ നിന്ന് കുറച്ചുകൂടി ആ കേൾക്കാനുള്ള ഒരു ശക്തി അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സ്കൂളിൽ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുട്ടി വീട്ടിൽ വന്ന് ആ കഥ അമ്മയോട് പറയും, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ച് അമ്മ മറ്റൊരു കഥ പറഞ്ഞാലോ അത് കുട്ടി സ്കൂളിൽ പോയി പറയും. അപ്പൊ ഇങ്ങനെ നിരന്തരം കുട്ടികൾ കഥ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പം അത് അവരിലെ കേൾക്കാനുള്ളതും പറയാനുള്ളതും, അല്ലെ, അടുത്ത നോക്കുക, ലിസണിങ് സ്പീക്കിങ്ങിലേക്ക് വരുന്നു, അത് പറയാനുള്ള കഴിവ് കൂടുന്നു. അപ്പൊ കഥ പറയുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഭാവന വളർത്തുന്നത് മാത്രമല്ല, ബുദ്ധി വളർത്തുന്ന കൂടി ഒരു ഘടകമാണ്. ഇനി കുട്ടികളുടെ ഭാവനയുടെ ഒരു പ്രത്യേകത അറിയോ? അത് ഫാന്റസിയാണ്, വിചിത്ര ഭാവനയാണ്. അത് മുതിർന്നവരുടെ ഇമാജിനേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള കഥകൾ ഇഷ്ടം പോലെ അവർക്ക് പറയാൻ പറ്റും. അവർ അത് കേട്ട് വളരുമ്പോൾ അവരിൽ വലിയ മാറ്റം ഉണ്ടാകും. നിരന്തരം പഠിക്കുന്നതിലേക്ക് അവർ പോകും. കാരണം ഈ കഥ പഠിച്ചെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് കേട്ടുകൊണ്ടേയിരിക്കാം. ഒരുപാട് കഥകൾ, എന്തൊക്കെ കഥകൾ നമുക്ക് പറയാൻ പറ്റും. പലതരത്തിലെ കഥകളുടെ പുസ്തകങ്ങൾ ഇപ്പം ലഭ്യമാണ്, അല്ലെ ഓഡിയോ ലഭ്യമാണ്. അത് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇനി ഈ കഥ പറയുന്ന കുട്ടിയോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്പീക്കിംഗ് എബിലിറ്റിയും കൂടി നോക്കൂ. ഭാഷയുടെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു: ലിസണിങ്, സ്പീക്കിംഗ്.
അപ്പോൾ നമുക്ക് സംസാരശേഷി വർദ്ധിക്കുന്നു. ഈ സംസാരശേഷി വർദ്ധിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, അവർക്ക് അവരുടെ ഭാഷ അല്ലെങ്കിൽ സംസാര വൈകല്യം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം അല്ലേ. ഈ കൊഞ്ചല് പോലുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കാം. അപ്പൊ അവർ സംസാരിച്ചു തുടങ്ങും. ഈ സംസാരിച്ചു തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ആപ്ലിക്കേഷൻ ആണല്ലോ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. കാരണം നോക്കുക, ഒരു ഔട്ട്പുട്ടാണത്. അപ്പൊ കുട്ടി കേട്ട കാര്യങ്ങൾ അതേപോലെ അല്ലല്ലോ സംസാരിക്കുക, കുട്ടികളുടേതായ രീതിയിലല്ലേ സംസാരിക്കുക. ആ സംസാരിക്കുന്നതിൽ കുറെ തെറ്റുണ്ടാവും, വ്യാകരണത്തിന്റെ ഒക്കെ തെറ്റ് ചിലപ്പോൾ ഉണ്ടാവും. കാരണം വ്യാകരണം പഠിച്ചിട്ടല്ലല്ലോ ഭാഷ പഠിക്കുന്നത് അല്ലേ. ചില കുട്ടികൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ നാളെ സിനിമക്ക് പോയല്ലോ, നമ്മൾ നാളെ സിനിമ പോയി നല്ലാന്ന് മറ്റുള്ളവർ തിരുത്തുന്നുണ്ട്. ഇത് എല്ലാ കാലത്തും ഈ തെറ്റ് കുട്ടികൾ ആവർത്തിക്കുന്നില്ല. കാരണം ഭാഷ പഠിക്കുന്നത് തന്നെ ഈ തെറ്റുകൾ തിരുത്തി 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 ഓരോരുത്തരും ഭാഷ അവരുടേതാക്കി മാറ്റുക ചെയ്യുക, സ്വായത്തമാക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ആൾക്ക് ഭാഷ കിട്ടുന്നത്. അപ്പോൾ ഭാഷയുടെ ഏതൊരു ഭാഷ പഠിക്കേണ്ടതിനെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അത് ലിസണിങ് ആണ്, കേൾവിയാണ്, ശ്രവണമാണ്. അത് കേൾക്കാൻ കഥ പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് ആളുകൾ ഉണ്ടാവണം. അത് അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അമ്മൂമ്മ, മുത്തശ്ശി ആവട്ടെ, ആരോ ആവട്ടെ, ഇരുന്ന് അവർ കഥ പറഞ്ഞു കൊടുക്കണം. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇത് പറയാതിരിക്കാൻ വയ്യ. ഈ കഥ കേൾക്കേണ്ട സമയത്ത് കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഫോണിലാണ് അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലാണ്. ഇങ്ങനെ നിരന്തരം അനുഭവങ്ങളുടെ ഒരു വലിയ ലോകമുണ്ടാവേണ്ട സമയത്താണ് ഒരു ഒറ്റ സംഗതിയിലേക്ക് നമ്മൾ കുട്ടികളെ ഒതുക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവരെ വലിയ മാനസിക പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നേ. അപ്പം അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ കഥ കേൾക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വായനയിലേക്ക് പോവാം. വായനയിലേക്ക് എങ്ങനെ പോവാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ വായിക്കുന്ന പുസ്തകത്തിന്റെ വലുപ്പം എത്ര? വളരെ ചെറുതല്ലേ. ഒരു 100 120 പേജുള്ള ഒരു ബുക്കാണ് വായിക്കുന്നത്. അതിൽ 5 10 കഥകൾ ഉണ്ടാവും. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കിട്ടിയാൽ മതിയോ കുട്ടിക്ക്? പോരാ. ഇപ്പോഴത്തെ പുതിയ പാഠ്യപദ്ധതി നിർദ്ദേശിക്കുന്ന ഒരുപാട് വായനാ സാമഗ്രികൾ കൊടുക്കണം എന്നാ. പക്ഷെ അത് കൊടുക്കാൻ നമുക്കറിയില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല. കാരണം എന്താ? സ്കൂളിൽ ടീച്ചേഴ്സിന് സമയം കിട്ടുന്നില്ല. പക്ഷെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റണ്ടേ? ചില പുസ്തകങ്ങൾ അവർക്ക് വായിച്ച് കൊടുക്കണം. കഥാപുസ്തകങ്ങൾ, കഥകൾ വായിച്ചു കൊടുക്കുക. മടിയിലിരുത്തി അല്ല തൊട്ടടുത്തിരുത്തി ഈ സചിത്ര കഥകൾ അല്ലെങ്കിൽ ചിത്രകഥകളൊക്കെ ചേർന്നിട്ടുള്ള വലിയ അക്ഷരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിലെ അത്തരം പുസ്തകങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കുക. അങ്ങനെ വായിച്ചു കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും അവര് അറിയാതെ തന്നെ വായനയുടെ ഒരു ലോകത്തേക്ക് കുട്ടികൾ ചെല്ലും. അവിടെ അക്ഷരങ്ങൾ പോലും പഠിക്കാതെ വായിക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു സംശയം തോന്നും, അക്ഷരങ്ങൾ പഠിക്കാതെയാണോ കുട്ടി വായിക്കാൻ തുടങ്ങുന്നത്? തീർച്ചയായിട്ടും അതെ. ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങളും അനുശാസിക്കുന്നത് അത് തന്നെയാണ്. കാരണം അക്ഷരങ്ങൾ പഠിക്കാതെ തന്നെ വായനയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഒരു 10 20 പുസ്തകങ്ങൾ വെറുതെ കുട്ടിക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അത് വീട്ടിൽ ലഭിക്കണം. ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ലൈബ്രറികളുണ്ട്, സ്കൂൾ ലൈബ്രറി ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ പുസ്തകങ്ങൾ അതിങ്ങനെ തുറന്നു വെച്ച് അവർ വെറുതെ എടുത്ത് കണ്ടിട്ടില്ലേ? ചില കുട്ടികൾ കണ്ടില്ലേ, സ്കൂളിൽ പോകുന്ന ഏട്ടനോ ഏച്ചിയോ വായിക്കുന്നുണ്ട്, ഈ കുട്ടി ഒരു പുസ്തകം എടുത്ത് വന്നിട്ട് കലപില 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 വായിക്കുന്ന കാണാം. ഇതുപോലും വായിക്കാനുള്ള ഒരു ആഗ്രഹമാണ് കുട്ടികൾ. ഒരു പ്രീ റീഡിംഗ് ആണ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ റീഡിങ് ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിലെ പാഠപുസ്തകം മാത്രം വായിച്ചാൽ പോരാ, കുട്ടിക്ക് ഇഷ്ടം പോലെ വായിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അവർ വായനയിലേക്കും ചെല്ലും. ഇനി ഈ വായനയിൽ നിന്നാണ് കുട്ടി എഴുത്തിലേക്ക് പോകുന്നത്. ഇനി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഇത് ശ്രവണം കുറെ കേട്ട് കഴിഞ്ഞു, പിന്നെ സംസാരം, അത് കഴിഞ്ഞിട്ട് വായന, അത് കഴിഞ്ഞ് ലേഖനം എന്നല്ല. ഈ എഴുത്തും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ ചെറിയ കുട്ടി വീട്ടിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്കറിയാം അല്ലേ. പല വീടുകളിലെയും ചുമര് ഇപ്പം അങ്ങനെ സമ്മതിക്കുന്നില്ല. ഇപ്പൊ കുട്ടികൾ അത് ചെയ്യുന്നില്ല, അത് പോട്ടെ. പക്ഷെ ചുമരിൽ കുട്ടി കുത്തി വരഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ 1 2 3 4 എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി നിറച്ചിട്ടുണ്ടാവും. ഇത് കുട്ടികൾക്ക് എഴുതാനുള്ള ഒരു ശേഷി കുട്ടി പ്രയോഗിച്ചു നോക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ ഭാഷണവും ലേഖനവും ഒരു പ്രയോഗമാണ്, ആശയപ്രകടനമാണ്. മറ്റത് രണ്ടും ആശയ സ്വീകരണമാണ്. ലിസണിങ്, റീഡിംഗ് എന്ന് പറയുന്നത് ആശയം സ്വീകരിക്കലാണെങ്കിൽ, ഈ വായനയും ഭാഷണവും ലേഖനവും
ആശയപ്രകടനമാണ്. അപ്പോൾ അവരുടെ ആശയം പ്രകടിപ്പിക്കട്ടെ. അതിന് അവർക്ക് എഴുതാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവണം, അക്ഷരങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണം. അപ്പോൾ നമ്മളത് എഴുതി കാണിക്കുന്നതിലൂടെ, അക്ഷരങ്ങൾ കാണുന്നതിലൂടെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു രൂപം അവരുടെ ബ്രെയിനകത്ത് വന്നു ചേരും അല്ലേ. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് ഒരു കുഞ്ഞു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആയെന്നൊരക്ഷരം എത്ര വലുത്, ആനയും എത്ര വലുത്, ആയെന്നോതും നേരത്തിനുടെ വായയും എത്ര വലുത്, ആ എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും പിന്നിൽ അതൊരു ചിത്രമല്ലേ അക്ഷരം എന്ന് പറയുന്നത്. അക്ഷരം നമ്മൾ അതിനകത്ത് ആരോപിക്കുമ്പോഴല്ലേ അത് അക്ഷരമാവുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് അതൊരു ചിത്രമാണ്. നമുക്കിപ്പോൾ നമുക്കറിയാത്തൊരു ഭാഷ, കന്നഡയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തമിഴോ പോലുള്ള ഭാഷ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കാം. പലർക്കും വായിക്കാൻ അറിയായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞു, വായിക്കാൻ അറിയില്ലെങ്കിൽ നമുക്കത് വെറും ചിത്രങ്ങൾ മാത്രമാണ്. അതിൽ ഇന്നതാണ് അക്ഷരം എന്ന് പറയുമ്പോഴാണ് നമുക്കത് ആ അക്ഷര രൂപമായിട്ട് മാറുന്നത്. നമ്മുടെ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ലേഖനവും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ പരിശീലിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, അക്ഷരങ്ങളെക്കുറിച്ച് ധാരണയില്ലാതെ, അക്ഷരങ്ങളും വാക്കുകളും ആശയങ്ങളും ഇല്ലാതെ ഒരു കുട്ടിയെ നേരിട്ട് എഴുത്തിലേക്കോ ഒരു കുട്ടിയെ നേരിട്ട് വായനയിലേക്കോ കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി ഇത്രയൊക്കെ പറയുമ്പം അത് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര ഗ്രാഹ്യമുണ്ട്, നിങ്ങളതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. ഇത് കുട്ടികളെ പഠിപ്പിക്കാം. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അവരെ പഠിപ്പിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ വലിയ വിശാലമായിട്ട്, കാരണം ശ്രവണം, ഭാഷണം, വായന, ലേഖനം, ഭാഷയിൽ, പിന്നെ ഗണിതം, ശാസ്ത്രം, എങ്ങനെ ശാസ്ത്രബോധമുള്ളവരാക്കാം, എങ്ങനെ ഗണിതബോധം കുട്ടികളിലേക്ക് കൊണ്ടുവരാം എന്ന് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ അമ്മമാര് കഥകൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഒരു 10ഓ 20ഓ കഥകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുട്ടികളോട് പറയാൻ പറ്റുന്ന. പഞ്ചതന്ത്രം കഥകളും മറ്റ് ബാലകഥകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കഥകളുണ്ട്. അതേപോലെ കുട്ടികൾക്ക് കവിത ചൊല്ലിക്കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കവിതകൾ, കുട്ടികളുടെ സംസാരം തന്നെ കേട്ടില്ലേ. പലപ്പോഴും അവര് പാട്ട് പാടിയിട്ടാണ് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുക അല്ലെ. പാട്ട് അവരുടെ എന്താ പറയണ്ടേ, ബാലസഹജമാണ് പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുഞ്ഞു കവിതകൾ ഇതിനകത്ത്, കുഞ്ഞുണ്ണി മാഷിന്റെ ഒക്കെ ചില കവിതകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്, പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ, ഇപ്പൊ നമുക്ക് ഒരു കുഞ്ഞു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ടം പടം പപ്പടം പടപടം പപ്പടം പിടുപിടും പൊടി പൊടി പപ്പടം പൊടി പൊടി പപ്പടം പൊടി പൊടി പടപടം പടപടം പപ്പടം പൊടി പൊടി ടം. കുഞ്ഞിന് മാഷ്ട കവിതയാ. അപ്പൊ ഇത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയിൽ ആ പപ്പടവും ടായും പായും ഒക്കെ വരും. തീർച്ചയായിട്ടും ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി അല്ലെ. ഇനിയിപ്പോ ഈ കഥ പറയാ, സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പുസ്തകങ്ങളും സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, ഈ ഡാനിയൽ പിങ്കിന്റെ എ ഹോൾ ന്യൂ മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം. ഇതിനകത്ത് ഇത് യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്ത് എങ്ങനെയാണ് പേഴ്സണാലിറ്റി വികസിക്കുന്നതെന്നും മറ്റുമൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ പ്രത്യേകത. കാരണം ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകളിൽ പോലും യഥാർത്ഥത്തിൽ സ്റ്റോറി ടെല്ലിംഗ് വളരെ മികച്ച ഒരു ഉപകരണമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ കഥ പറയുക, ഭാഷാശേഷി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാതൃഭാഷയിലുള്ള കഴിവ് ഒരാളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതാണ്. അത് ഒരാളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ എത്തുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ പോകുന്ന മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആത്മവിശ്വാസം ഉണ്ടാവുന്നില്ല. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുള്ള ചങ്കൂറ്റമില്ല, ധൈര്യമില്ല. അപ്പോൾ ഇതുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ശ്രദ്ധയുണ്ടായാൽ മതി. അത് ഇങ്ങനെ കുട്ടികളോട് വെറുതെ സംസാരിക്കുമ്പോൾ പോലും അതുണ്ടാക്കിയെടുക്കാം. ഇനി ശ്രവണം, ഭാഷണം, വായന, ലേഖനം, അതുപോലെ ഗണിതം, ശാസ്ത്രം എങ്ങനെയാണെന്നൊക്കെ അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനും ലളിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അന്വേഷിച്ച് ഇത് നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തിക്കൂ. അവരുടെ ബാല്യകാലം ഏറ്റവും നല്ല സന്തോഷമുള്ളതായി തീരുകയും ചെയ്യും. കാരണം പ്രത്യേകിച്ച് എനിക്കുള്ളൊരു ആശങ്ക എന്താണെന്നറിയോ, കൗൺസിലിങ്ങിനൊക്കെ വരുമ്പം
നമ്മുടെ ഫ്രോയിഡൊക്കെ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണെന്നുള്ളത് എപ്പോഴും പരിശോധിക്കാറുണ്ട്. കാരണം ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒരാളുടെ വ്യക്തിത്വത്തെ സാധാരണ രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ നല്ല സന്തോഷകരമായ വിജ്ഞാനപ്രദമായ ഒരു ചൈൽഡ്ഹുഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിങ്ങളുടെ കുട്ടികൾ നല്ല മക്കളായിട്ട് വളരട്ടെ. അവരുടെ വളർച്ചയെ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഏറ്റവും സന്തോഷത്തോടു കൂടി 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ എത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭയങ്കര ടെൻഷൻ അടിപ്പിക്കുന്നതിന് പകരം ഇതൊന്ന് ഇങ്ങനെ ശ്രമിച്ചു നോക്കും. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് ഈ കുട്ടികളുടെ ശൈശവ ബാല്യകാലത്ത് അവരുടെ സ്വഭാവം എങ്ങനെ രൂപപ്പെടുന്നു, അതിൻ്റെ പ്രത്യേകത എന്തെന്നാണൊക്കെയാണ്. അത് അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കേട്ട് അതിൻ്റെ കമൻസ്